ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ ലൈവ് ഫുഡായ മൊയ്ന എങ്ങനെ ചാണകത്തിൽ കൾച്ചർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഈസ്റ്റിലാണ് എല്ലാവരും കൾച്ചർ ചെയ്യാറുള്ളത്. അപ്പോൾ ചാണകത്തിൽ കൾച്ചർ ചെയ്യാവുന്നതുകൊണ്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മൊയ്ന ക്രാഷായി പോകാനുള്ള സാധ്യത കുറവാണ്. അതിനായി നമുക്ക് വേണ്ട സാധനങ്ങൾ മൊയ്നയുടെ കൾച്ചർ, മുമ്പേ നമ്മൾ ചെയ്ത് വെച്ച മൊയ്നയുടെ കൾച്ചർ. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ചാണകം മതി. പിന്നെ ഉണങ്ങിയ വാഴയുടെ ഇല ഒരു 2 ഇലയോളം എടുക്കാം. പിന്നെ ഒരു ചെറിയ വൈക്കോലിൻ്റെ കെട്ട്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു മീഡിയം സൈസ് ബക്കറ്റാണ്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഉണങ്ങിയ വാഴയുടെ ഇല ഇടാം, എന്നിട്ട് അതിലേക്ക് നമ്മുടെ വൈക്കോലിൻ്റെ കെട്ടിടാം. പിന്നെ നമ്മൾ ചാണകം നേരത്തെ എടുത്ത് വെച്ച ചാണകം കുറച്ച് വെള്ളം എടുത്ത് നന്നായി കലക്കിയതിന് ശേഷം അതിൻ്റെ തെളി മാത്രം എടുത്ത് നമുക്ക് അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ചാണകത്തിൻ്റെ തെളിവെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ബക്കറ്റ് പകുതിയോളം നമ്മുടെ സാധാ ടാപ്പ് വാട്ടറോ അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ബക്കറ്റ് എത്തിക്കാം. പകുതിയോളം നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ച് പകുതി ബക്കറ്റാക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മൊയ്നയുടെ ഒരു ലേശം എടുത്തിടുക. എന്നിട്ട് നന്നായി ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ കൊതുകിൻ്റെ വലയോ അല്ലെങ്കിൽ നമ്മുടെ കോട്ടൻ്റെ ക്ലോത്തോ യൂസ് ചെയ്ത് നന്നായി മൂടി വെക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ കൊതു മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള മൊയ്നയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നന്നായി തന്നെ മൊയ്ന ഡബിളായിട്ടുണ്ട്. ഇനി ഈ ചാണകം കൊണ്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മൊയ്നയെ നമുക്ക് ഡയറക്റ്റ് തന്നെ നമ്മുടെ ഫിഷിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈസ്റ്റ് ആകുമ്പോൾ നമുക്കറിയാം നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഈ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി നമുക്ക് ഒരു ടീസ്പൂൺ ചാണകം വെള്ളത്തിൽ കലക്കി 2 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള വൈക്കോലും ഉണങ്ങിയ വാഴയുടെ ഇലയും 2 ആഴ്ച കൂടുമ്പോൾ മാറ്റി കൊടുക്കുകയും വേണം. എന്നിട്ട് പുതിയ വൈക്കോലും ഉണങ്ങിയ വാഴയുടെ ഇലയും ആഡ് ചെയ്യണം. ഇപ്പോൾ മൊയ്ന കൾച്ചർ എങ്ങനെ ചാണകത്തിൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.